നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള വീഡിയോയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ KSFEയിലെ പുതിയ പലിശ നിരക്കുകളെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പോപ്പുലർ ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്ന് ഈ വീഡിയോയിൽ. ഞാൻ സുബീഷാണ്. റുപ്പി മംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പി മംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 ഈ KSFEയുടെ പുതിയ പലിശ നിരക്കുകൾ നോക്കി എത്ര പലിശ വെച്ച് കിട്ടുമെന്നുള്ളൊരു ഉദാഹരണം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാണ്ട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ബാങ്കിലും പോസ്റ്റ് ഓഫീസിലുമൊക്കെ നമ്മൾ നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പലിശയ്ക്ക് TDS ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് വരുന്നത് പോലെ അല്ലെങ്കിൽ ടാക്സ് പിടിക്കുന്ന പോലെ ഇതിനും ടാക്സ് പിടിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. 10% ആണ് സാധാരണഗതിയിൽ പിടിക്കുക. 10,000 രൂപയിൽ കൂടുതൽ പലിശ കിട്ടുന്ന ഒരാൾക്ക് 10% TDS ആയിട്ട് പിടിക്കും. അതേസമയം തന്നെ നിങ്ങൾക്ക് പാൻ നമ്പർ ഇല്ല, പാൻ നമ്പർ നിങ്ങൾ KSFEയിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പലിശയുടെ 20% ടാക്സ് ആയിട്ട് പിടിക്കും എന്നുള്ളതാണ്. ഈ ടാക്സ് ആയിട്ട് പിടിക്കുന്ന പൈസ നിങ്ങൾക്ക് തിരികെ കിട്ടാനുള്ള മാർഗ്ഗമുണ്ട്. അത് നിങ്ങൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ ടാക്സ് ഫയൽ ചെയ്യുക വഴി നിങ്ങൾക്ക് ആ പൈസ തിരികെ കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നത് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഫോം 15G ഫോം 15H എന്നുള്ള 2 ഫോമുകൾ ഒരെണ്ണം നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ടാക്സ് പിടിക്കുന്നത് ഒഴിവാക്കാം. എല്ലാ വർഷവും ഏപ്രിൽ മാസങ്ങളിൽ നിങ്ങൾ 60 വയസ്സിൽ താഴെയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഫോം 15Gയും 60 വയസ്സിൽ കൂടിയ ഒരാളാണെങ്കിൽ ഫോം 15Hഉം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ KSFE നമ്മളുടെ അടുത്തുനിന്ന് TDS പിടിക്കില്ല. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ ഉള്ള പണം അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു വർഷം കിട്ടുന്ന വരുമാനം ടാക്സ് അടയ്ക്കുന്ന ലിമിറ്റിലേക്ക് വരുന്നില്ല എന്ന് തെളിയിക്കുന്ന രേഖയാണ് ഈ ഫോം 15Gയും ഫോം 15Hഉം. അപ്പോൾ അത് കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് ഏപ്രിൽ മാസത്തൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫിനാൻഷ്യൽ ഇയറിൽ പിന്നെ ടാക്സ് പിടിക്കാറില്ല. ആദ്യത്തെ ഒരു ഉദാഹരണം 181 ദിവസത്തേക്കുള്ളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് 6.5 എന്ന് പറഞ്ഞ പുതിയ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് 3 ലക്ഷം രൂപ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് മന്ത്ലി ഇൻട്രസ്റ്റ് ആയിട്ട് ടാക്സിന് മുൻപ് 1,625 രൂപയും ടാക്സ് കഴിച്ചു കഴിഞ്ഞാൽ 1,462 രൂപയും ലഭിക്കും. അത് മാസം പലിശ എടുക്കുന്ന ആളുകൾക്കാണ്. അതേസമയം തന്നെ ഇത് 181 ദിവസം കഴിഞ്ഞിട്ടാണ് പൈസ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 9,669 രൂപ ടാക്സ് കിഴിക്കാതെയും 8,702 രൂപ ടാക്സ് പിടിച്ചു കഴിഞ്ഞിട്ടും കിട്ടും എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഒരു വർഷത്തേക്കുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് 8.5% പലിശ നിരക്കിൽ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ 3 ലക്ഷം രൂപ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് ഓരോ മാസവും 2,125 രൂപയും ടാക്സ് കഴിച്ചു കഴിഞ്ഞാൽ 1,912 രൂപയും ലഭിക്കും. ഇനി ഒരു വർഷത്തിന് ശേഷമാണ് എടുക്കുന്നതെങ്കിൽ 25,500 രൂപ ഈ പലിശയായിട്ട് കിട്ടും. ടാക്സ് കഴിച്ച് 22,950 ലഭിക്കുക. 2 വർഷത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് ഇപ്പോഴത്തെ പുതിയ നിരക്ക് 8%. 3 ലക്ഷം രൂപ നിക്ഷേപിക്കുന്ന ആൾക്ക് 2,000 രൂപ ടാക്സിന് മുൻപ് മന്ത്ലി ഇൻട്രസ്റ്റും ഓരോ മാസവും 1,800 രൂപ വരെ ടാക്സ് പിടിച്ചിട്ടുള്ള ഇൻട്രസ്റ്റും കിട്ടും. ഇനി 2 വർഷത്തിന് ശേഷമാണെങ്കിൽ 48,000 രൂപയും ടാക്സ് പിടിച്ചിട്ടാണെങ്കിൽ 43,200 രൂപയും ലഭിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ KSFEയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലോങ്ങർ ഡ്യൂറേഷൻ ആയിട്ടുള്ള 3 വർഷത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് 7.75% പലിശ ഈടാക്കുന്നത്. അതിന് 3 ലക്ഷം രൂപ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് 1,937 രൂപ ഒരു മാസത്തെ ഇൻട്രസ്റ്റും ഒരു മാസം ടാക്സ് പിടിച്ചിട്ടുള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ 1,743 രൂപയും ലഭിക്കും. 3 വർഷത്തിന് ശേഷം 69,750 രൂപ ടാക്സിന് മുൻപ് 62,775 രൂപ ടാക്സ് പിടിച്ചും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സ്കീമാണ് വന്ദനം സ്കീം. 2 വർഷത്തെ കാലാവധിയുള്ള ഈ സ്കീമിന് 8.75% ഇൻട്രസ്റ്റ്. 3 ലക്ഷം രൂപ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് 2,187 രൂപ ടാക്സ് പിടിക്കാതെ മന്ത്ലിയും 1,968 രൂപ മന്ത്ലി ടാക്സ് പിടിച്ചും 2 വർഷത്തിന് ശേഷം 52,500 രൂപ ടാക്സ് പിടിക്കാതെയും 47,250 രൂപ ടാക്സ് പിടിച്ചും വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ 60 വയസ്സ് എന്നുള്ള ആ ഏജ് ലിമിറ്റ് 56 വയസ്സ് എന്നുള്ള ലിമിറ്റാക്കിയിട്ട് കുറച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് കാണുന്നു. ഇനി ചിട്ടി പിടിച്ച് അത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴുള്ള ഇൻട്രസ്റ്റിനെ പറ്റി പറയാം. ഒരു ഉദാഹരണത്തോടു കൂടി പറയാം. 10,000 രൂപ വെച്ച് 50 മാസത്തെ ഒരു ചിട്ടിയാണ്. അതായത് 5 ലക്ഷം രൂപ സ്ഥലമുള്ള ഒരു ചിട്ടിയിൽ 20 ഇൻസ്റ്റാൾമെൻറ്റുകൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഈ ചിട്ടി 1 ലക്ഷം രൂപയ്ക്ക് വിളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷത്തിൽ നിന്ന് 75,000 നമ്മുടെ വിളിയുടെ തുകയും 25,000 കമ്മീഷനും അതുപോലെ 25,000-ൻ്റെ 18% അതിൻ്റെ GSTയും 300 രൂപ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ചാർജും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
3,95,200 രൂപയാണ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുക. നമ്മൾക്ക് ഒരു സെക്യൂരിറ്റി, ഇപ്പോൾ സ്വർണമോ ലാൻഡ് ഡോക്യുമെൻറ്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റിയൊക്കെ കൊടുത്താലാണ് ഈ പണം മൊത്തമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. സെക്യൂരിറ്റി ഇല്ലാതെ നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്ന തുക എന്ന് പറഞ്ഞെങ്കിൽ 95,200 രൂപയാണ്. ബാക്കി 3 ലക്ഷം രൂപ നിങ്ങൾക്ക് എന്ത് വേണം, അവിടുത്തെ ബാക്കിയുള്ള 30 ഇൻസ്റ്റാൾമെൻറ്റുകൾ സർവീസ് ചെയ്യാനായിട്ടുള്ള 3 ലക്ഷം രൂപ അവിടെ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 95,200 രൂപ നമ്മൾ കയ്യിൽ മേടിക്കാതെ അവിടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ 8.5% വെച്ച് ഒരു മാസം 674 രൂപ ടാക്സ് ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ടാക്സ് നിങ്ങൾ കൊടുക്കേണ്ട ആളാണെന്നുണ്ടെങ്കിൽ അത് 607 കുറയുകയും ചെയ്യും. ഇനി ഈ 3 ലക്ഷം രൂപ അവിടെ ഇടണമെന്ന് പറഞ്ഞല്ലോ, നമുക്കൊരു സെക്യൂരിറ്റിയും കൊടുക്കാനില്ല. 3 ലക്ഷം രൂപ നമ്മളവിടെ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിനെ ചിട്ടി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നുള്ള രീതിയിലാണ് അതിനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ 3 ലക്ഷത്തിന് മികച്ച ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടുള്ള 9% കിട്ടുന്നത് കൊണ്ട് തന്നെ 2,250 രൂപ കിട്ടും. അതിൻ്റെ കാൽക്കുലേഷനാണ് ഇവിടെ കാണുന്നത്. ചിട്ടി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 9% വെച്ച് കൊടുക്കുമ്പോൾ 3 ലക്ഷം രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 3 ലക്ഷത്തിൻ്റെ 9% ഒരു മാസം 2,250 രൂപ ടാക്സ് കഴിച്ചും ഒരു മാസം 10% TDS പിടിക്കുന്ന ഒരു സിറ്റുവേഷനിൽ 2,025 രൂപ ടാക്സ് കഴിച്ചിട്ടും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഈ 30 മാസവും നിങ്ങൾ ടാക്സ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 67,500 രൂപയാണ് അതിൻ്റെ ടോട്ടൽ ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുക. അത് ടാക്സിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് 60,750 രൂപയായിരിക്കും നിങ്ങൾക്ക് ടാക്സ് കഴിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന തുക എന്നുള്ളതാണ്. ഇനി ഈ ടാക്സ് പിടിച്ചിട്ടായാലും പിടിക്കാതെ ആയാലും നമുക്ക് കിട്ടുന്ന തുക നമ്മൾ സാധാരണ ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് ഒന്നും കൂടെ പറഞ്ഞുതരാം. മന്ത്ലി ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടേം കഴിയുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റോ അത് സുഗമ ഡെപ്പോസിറ്റിലേക്ക്, അതായത് KSFEയിലെ ഈ സേവിങ്സ് അക്കൗണ്ടായിട്ടുള്ള സുഗമ ഡെപ്പോസിറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യിച്ച് അവിടെ നിന്ന് പണമായിട്ട് പിൻവലിക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ആ പണം ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ട് മറ്റൊരു ചിട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നമ്മൾ വിളിച്ച ചിട്ടി തന്നെ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റുകൾ അടയ്ക്കുന്നതിനൊക്കെയാണ് ഉപയോഗിക്കുക. അങ്ങനെ നമുക്ക് പണമായിട്ട് തിരിച്ചെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റു ചിട്ടി അടയ്ക്കാനായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ചിട്ടി സർവീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് ചിട്ടി ഉപയോഗിക്കാം. അങ്ങനെ ഈ ഒരു ചിട്ടി വിളിച്ച് മറ്റൊരു ചിട്ടിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു റോളിംഗ് നടത്തുന്ന ധാരാളം ആളുകളുണ്ട്. ഒരു മികച്ച ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ അല്ല എന്നുണ്ടെങ്കിലും സാധാരണക്കാരുടെ പണത്തിൻ്റെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നതിനായിട്ട് ഇങ്ങനെ ചിട്ടികൾ ചേർന്ന് മുന്നോട്ട് പോകുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ KSFE നല്ലൊരു ഓപ്ഷനായിരിക്കും. പക്ഷേ എൻ്റെ ഇപ്പോഴും അഭിപ്രായത്തിലൊരു സേവിങ്സിനോ ഇൻവെസ്റ്റ്മെൻറ്റിനോ നമ്മൾ ചിട്ടി ചേരുന്നതിൽ വലിയ അർത്ഥം ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ലോണുകൾ ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാധ്യതകളൊക്കെ അവസാനിപ്പിക്കാനോ ഉണ്ടെങ്കിൽ ചിട്ടി ചേരാം. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ 8848030018 എന്ന് പറയുന്ന നമ്മുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്.